ലോകത്ത് എവിടെ പോയി ചോദിച്ചാലും തിരിച്ചറിയുന്ന രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് സാക്ഷാൽ മിക്കി മൗസ്, രണ്ടാമത് നമ്മുടെ സ്വന്തം കിങ് ഓഫ് പോപ്പ് മൈക്കിൾ ജാക്സൺ. നിങ്ങൾ 80കളിൽ ജീവിച്ചിരുന്ന ഒരു ഭാഗ്യവാനാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ മനുഷ്യൻ അന്ന് ഒരു തരംഗമല്ല, മറിച്ചൊരു കൊടുങ്കാറ്റാണ് ഉണ്ടാക്കിയത് എന്ന്. ഇനി 80കളിൽ ജനിക്കാതെ പോയ എന്നെ പോലെയുള്ളവരോട് ഒരു കാര്യം പറയാം. ഇന്നത്തെ ഇൻഫ്ലുവൻസർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ MJ അന്ന് ഇന്റർനെറ്റ് ക്രാഷ് ചെയ്തിരുന്നത് വെറും ഒരു മൂൺ വാക്ക് കൊണ്ടായിരുന്നു. പക്ഷേ ഈ ഗ്ലൗസിനും തിളങ്ങുന്ന ജാക്കറ്റിനും പിന്നിൽ വിചിത്രമായ ഒരു ജീവിതം ഉണ്ടായിരുന്നു. സ്റ്റേജിൽ പുലിയായിരുന്ന മൈക്കിളിന് വീട്ടിൽ കിട്ടിയിരുന്നത് ബെൽറ്റിനുള്ള അടിയായിരുന്നു. ഒരിക്കലും മുതിർന്നു വരുവാൻ ആഗ്രഹിക്കാത്ത, എപ്പോഴും കുസൃതികൾ കാട്ടിയിരുന്ന ആ പീഡിപ്പിക്കപ്പെട്ട രാജകുമാരന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. മൈക്കിൾ ജാക്സൺ എന്ന വിസ്മയത്തിന്റെ ഉയർച്ചയും വീഴ്ചയും, പിന്നെ ആർക്കും പിടികൊടുക്കാത്ത ചില രഹസ്യങ്ങളും. അപ്പൊ നമുക്ക് തുടങ്ങാം. ടൈം ടേപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അന്തരിച്ച കിങ് ഓഫ് പോപ്പ് മൈക്കിൾ ജാക്സനെ പോലെ ലോക ചരിത്രത്തിൽ ഇത്രയധികം തിരിച്ചറിയപ്പെടുന്ന മുഖങ്ങൾ വളരെ കുറവാണ്. മിക്കി മൗസ്, മൈക്കിൾ ജോർദാൻ, മെർലിൻ മൺറോ തുടങ്ങി വെറുമൊരു പ്രശസ്തി എന്നതിലുപരി വിസ്മയിപ്പിക്കുന്ന ഒരു തരം അമരത്വത്തിലേക്ക് കടന്ന മറ്റ് പല പ്രശസ്തരായ സെലിബ്രിറ്റികളുടെയും ഒപ്പം നിങ്ങൾക്ക് അദ്ദേഹത്തെയും നിർത്താം. ഏറ്റവും ഓർമ്മിക്കപ്പെടുന്നത് 1983 ഒരു അവാർഡ് ഷോയിൽ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ മൂൺവാക്ക് ഡാൻസ് അവതരിപ്പിച്ചതിന് ശേഷമാണ്. അദ്ദേഹത്തിന്റെ മ്യൂസിക് വീഡിയോകൾ അത്രത്തോളം മികച്ചതായിരുന്നു. അത് MTVയുടെ വളർച്ചയുമായി വളരെ മനോഹരമായി ചേർന്നുപോയി. അത്തരം ക്ലിപ്പുകൾക്കും ബീവീസ് ആൻഡ് ബട്ട്ഹെഡ് എന്ന ഷോയ്ക്കും വേണ്ടി മാത്രം സമർപ്പിച്ച ഒരു ചാനലായിരുന്നു അത്. അദ്ദേഹം ഒരു ബാലതാരമായിരുന്നു, ഒരു മനുഷ്യസ്നേഹി, എതിരില്ലാത്ത ഒരു എന്റർടൈനർ. അതോടൊപ്പം ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടതും പ്രശ്നങ്ങൾ നിറഞ്ഞതുമായ താരങ്ങളിൽ ഒരാളുമായിരുന്നു അദ്ദേഹം. ഒരു കൊച്ചു കുട്ടിയായി സ്റ്റേജിൽ നൃത്തം ചെയ്തും സഹോദരന്മാരോടൊപ്പം പാട്ടുപാടിയുമാണ് അദ്ദേഹം തുടങ്ങിയത്. ഫങ്ക് ആൻഡ് സോൾ ഹിറ്റുകൾ സൃഷ്ടിച്ച് യൗവനത്തിന്റെ തുടക്കത്തിൽ തന്നെ, അതായത് തന്റെ 20കളിൽ അദ്ദേഹം ലോകം കീഴടക്കി. അതിനുശേഷം തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും അദ്ദേഹം ഇത്ര കാലം ലോകത്തിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിച്ച ഭൂതങ്ങളോട് പോരാടാനാണ് ചെലവഴിച്ചത്. തന്റെ രൂപം വലിയ രീതിയിൽ മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചു. കുടുംബത്തിൽ നിന്ന് ശാരീരികവും മാനസികവുമായ പീഡനങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. കൂടാതെ ആൺകുട്ടികളോട് മോശമായി പെരുമാറിയെന്ന് അദ്ദേഹത്തിനെതിരെ പലതവണ ആരോപണങ്ങൾ ഉയർന്നു. തുറന്നു പറഞ്ഞാൽ സംഗീത ലോകത്തിലെ സമാനതകളില്ലാത്ത ഒരു ഐക്കണായിരുന്നു മൈക്കിൾ ജാക്സൺ. കൂടാതെ ഈ ഭൂമി ഗ്രഹത്തിൽ ബ്രേക്ക് ഡാൻസ് ചെയ്ത ഏറ്റവും വിചിത്രരായ മനുഷ്യരിൽ ഒരാളും. ഒരിക്കലും വലുതാവാത്ത ആ പ്രശ്നക്കാരൻ ബാലൻ രാജാവിന്റെ കഥയാണ് നമ്മളിവിടെ പറയുന്നത്. 1958 ഓഗസ്റ്റ് 29 ഇന്ത്യാനയിലെ ഗാരി എന്ന വർക്കിംഗ് ക്ലാസ് നഗരത്തിലാണ് മൈക്കിൾ ജോസഫ് ജാക്സൺ ജനിച്ചത്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ജീവിച്ചിരുന്നത് ജാക്സൺ സ്ട്രീറ്റിലാണ്. ജോസഫ് കാതറിൻ ജാക്സൺ ദമ്പതികൾക്ക് ജനിച്ച 10 മക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അച്ഛൻ ഒരു കൺസ്ട്രക്ഷൻ തൊഴിലാളിയായിരുന്നു, ഒപ്പം ഒരു ലോക്കൽ ബാൻഡിൽ ഗിറ്റാറും വായിച്ചിരുന്നു. അമ്മ ഒരു യഹോവ സാക്ഷി വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത്. ഷിഫ്റ്റിൽ ജോലി ചെയ്യാത്ത സമയത്ത് അവരും ചില സംഗീതോപകരണങ്ങൾ വായിക്കുമായിരുന്നു. ജാക്കി, ടിറ്റോ, ജെർമെയിൻ എന്നീ ആൺമക്കളെ ചേർത്ത് അദ്ദേഹം ഒരു ഗ്രൂപ്പ് ആരംഭിച്ചു. ചെറിയ കുട്ടിയായിരുന്ന മൈക്കിൾ ആ സമയത്ത് ബാക്കപ്പ് ഉപകരണങ്ങൾ വായിച്ച് സഹായിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ അച്ഛൻ ഉൾപ്പെടെ മറ്റെല്ലാവരെയും നിഷ്പ്രഭമാക്കുന്ന വോക്കൽ ഫ്രണ്ട്മാൻ കഴിവുകൾ അവനുണ്ടെന്ന് വളരെ വ്യക്തമായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അച്ഛൻ മൈക്കിളിനെ ശകാരിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം ആ കൊച്ചുകുട്ടിയെ സ്ഥിരമായി തല്ലുകയും അവന് വലിയ മൂക്കാണെന്ന് പറയുകയും ചെയ്തിരുന്നു. ആ കുട്ടികളുടെ ഗ്രൂപ്പിന്റെ റിഹേഴ്സലുകൾ അദ്ദേഹം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമായിരുന്നു. ഒരു നോട്ടോ ഡാൻസ് മൂവോ തെറ്റിയാൽ ബെൽറ്റ് വെച്ചടിക്കുമായിരുന്നു. ചില സമയങ്ങളിൽ അവരുടെ പ്രാക്ടീസ് 5 മണിക്കൂർ വരെ നീളുമായിരുന്നു. ജോയുടെ, അതായത് ജോസഫിന്റെ വാക്കുകളിലൂടെയുള്ള കുത്തുവാക്കുകളിൽ നിന്ന് മൈക്കിളിന് ചെറിയ പരിഭ്രാന്തികൾ ഉണ്ടാകാൻ തുടങ്ങി. മുതിർന്നതിന് ശേഷവും അദ്ദേഹം തന്നെ മൂക്ക് മറച്ചു വെക്കാൻ ശ്രമിക്കുമായിരുന്നു. മൈക്കിളിന്റെ അമ്മ കാതറിൻ കുട്ടികളെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടാകില്ല, എന്നാൽ അവരുടേതായ ചില മാനസിക ആഘാതങ്ങൾ അവർ തീർച്ചയായും നൽകിയിട്ടുണ്ട്. അണുക്കളെ പേടിച്ച് റബ്ബിംഗ് ആൽക്കഹോൾ ഉപയോഗിച്ച് കുട്ടികളുടെ ചർമ്മം എപ്പോഴും വൃത്തിയാക്കുകയും കൂടുതൽ തിളക്കം കിട്ടാൻ വേണ്ടി വാസലിൻ പുരട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് ആർക്കും അറിയില്ല. ജോ തന്റെ കുട്ടികൾക്ക് ചുറ്റും സൃഷ്ടിച്ച അന്തരീക്ഷം മൈക്കിളിന്റെ പിന്നീടുള്ള ജീവിതത്തിനും വിചിത്രമായ പെരുമാറ്റത്തിനും എത്രത്തോളം കാരണമായി എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതൊരു സംഗീത പ്രതിഭയെയും പോപ്പ് ഇതിഹാസത്തെയും സൃഷ്ടിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഇതൊക്കെ ചിന്തിക്കുമ്പോൾ വളരെ സങ്കടം തോന്നാം. ആ ഗ്രൂപ്പ് പിന്നീട് നിങ്ങൾക്കറിയാവുന്നതും ഇഷ്ടപ്പെടുന്നതുമായ ജാക്സൺ 5 ആയി മാറി. മൈക്കിൾ ഫ്രണ്ട്മാൻ റോൾ കൂടുതൽ ഏറ്റെടുക്കാൻ തുടങ്ങി, അതായത് ലീഡ് വോക്കലിസ്റ്റ്. ഒപ്പം തന്റെ ജീവിതകാലം മുഴുവൻ തന്നെ വേട്ടയാടുന്ന പെർഫെക്ഷന് വേണ്ടിയുള്ള ഒരു കഴിവും അവൻ വികസിപ്പിച്ചെടുത്തു. തന്റെ 8ാമത്തെ വയസ്സിൽ തന്നെ സഹോദരങ്ങളോടൊപ്പം ടൂർ ചെയ്യാൻ തുടങ്ങി. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മിഡ് വെസ്റ്റ് ഉടനീളം പ്രശസ്തമായ ചിറ്റ്ലിൻ സർക്യൂട്ടിൽ അവർ സഞ്ചരിച്ചു. രാജ്യത്ത് അപ്പോഴും നിലനിന്നിരുന്ന വർണ്ണവിവേചനം കാരണം പല കർത്തവർഗക്കാരായ കലാകാരന്മാർക്കും അവിടെയാണ് പെർഫോം ചെയ്യേണ്ടി വന്നത്. 1967 ആയപ്പോഴേക്കും ജാക്സൺസ് 5ന്റെ കഴിവുകൾ വളരെ പ്രശസ്തമായി. അവർ ന്യൂയോർക്ക് സിറ്റിയിലെ ലോകപ്രശസ്തമായ അപ്പോളോ തിയേറ്ററിൽ ഒരു അമച്വർ കൺസേർട്ട് വിജയിച്ചു. ഇത് ഐതിഹാസികമായ മോട്ടൗൺ റെക്കോർഡ് കമ്പനിയുടെ ശ്രദ്ധ ആകർഷിച്ചു. ഒപ്പം ദി സുപ്രീംസ് എന്ന ഗേൾ ഗ്രൂപ്പിനെ നയിച്ചിരുന്ന ഡയാന റോസിനും അവരിൽ താല്പര്യം തോന്നി. 1960കളുടെ അവസാന 3 വർഷങ്ങളിൽ
ഗ്രൂപ്പ് സ്റ്റേജിൽ കൂടുതൽ ആത്മവിശ്വാസം നേടുന്നത് കാണാമായിരുന്നു. ഇത് കൂടുതൽ ടെലിവിഷൻ പരിപാടികൾക്ക് വഴിയൊരുക്കി. 1970 അവരുടെ ആദ്യത്തെ വലിയ ഹിറ്റ് സിംഗിളായ ഐ വാണ്ട് യു ബാക്ക് പുറത്തിറങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് ബീറ്റിൽസിനെ വൻ പ്രശസ്തിയിലേക്ക് ഉയർത്തിയ എഡ് സള്ളിവൻ ഷോ പോലെയുള്ള അതേ TV ഷോകളിൽ അവരും പങ്കെടുത്തു. ABC, ഐ വിൽ ബി ദർ, ദ ലവ് യു സേവ് തുടങ്ങിയ അവരുടെ ഹിറ്റുകൾക്കൊപ്പമുള്ള ഐക്കോണിക് ഡാൻസുകളും അവർക്കുണ്ടായിരുന്നു. ഗ്രൂപ്പിലെ താരമായി മൈക്കിൾ വേറിട്ട് നിൽക്കാൻ തുടങ്ങി. ലോകമെമ്പാടുമുള്ള കൗമാര മാഗസിനുകളുടെ കവറുകളിൽ പെൺകുട്ടികൾ അവന്റെ മുഖം കണ്ടു. കറുത്ത വർഗ്ഗക്കാരായ കലാകാരന്മാർക്ക് മുൻപ് സ്വപ്നം കാണാൻ മാത്രം കഴിഞ്ഞിരുന്ന തരത്തിലുള്ള ഒരു വിജയമാണ് ജാക്സൺസ് 5 നേടിയത്. അതൊരു ജാക്സൺ മാനിയ ആയിരുന്നു. ലോകമെമ്പാടുമുള്ള അരീനകളിൽ ബാൻഡിന്റെ ടിക്കറ്റുകൾ മുഴുവൻ വിറ്റുപോയിരുന്നു. ഈ വിജയം മുതലാക്കാൻ അവർക്ക് സ്വന്തമായ ഒരു കാർട്ടൂൺ ഷോ പോലും ഉണ്ടായിരുന്നു. മോട്ടൗൺ റെക്കോർഡ് 1971 മൈക്കിളിനായി ഒരു സോളോ കരിയർ ആരംഭിച്ചു. എന്നാൽ ഇത്രയധികം കണ്ടന്റും 1970 മുതൽ 1971 വരെ ആ കുട്ടികൾ 6 ആൽബങ്ങൾ പുറത്തിറക്കിയെന്നതും കുറച്ച് ഓവർ സാച്ചുറേഷനിലേക്ക് നയിച്ചിട്ടുണ്ടാകാം. ഒരു എലിയെക്കുറിച്ചുള്ള പാട്ടായ ബെന്നിലൂടെ മൈക്കിൾ അപ്പോഴും സോളോ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഹിറ്റ് ചാർട്ടുകളിൽ ഇടം നേടിക്കൊണ്ടിരുന്നു. എന്നാൽ 1972 ആയപ്പോഴേക്കും ജാക്സൺസ് 5 മുമ്പുണ്ടായിരുന്ന ഒരു ഡിമാൻഡ് ഇല്ലാതെ ഇത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവരുടെ റെക്കോർഡ് കമ്പനിയിൽ നിന്നുള്ള വേർപിരിയലിൽ കലാശിച്ചു. പക്ഷേ ഒരു കർത്തവർഗ്ഗക്കാരനായ ആർട്ടിസ്റ്റ് മോട്ടൗൺ റെക്കോർഡ് വിടുക എന്നത് ചെറിയ വാർത്തയായിരുന്നില്ല. 1970കളുടെ പകുതിയോടെ മൈക്കിൾ ജാക്സൺ സോളോ കരിയറിൽ ചില വിജയങ്ങൾ കാണുന്നുണ്ടായിരുന്നുവെങ്കിലും മോട്ടൗൺ റെക്കോർഡ് വിട്ടതിന് ശേഷവും തന്റെ സഹോദരങ്ങളോട് അവന് ഒരു തരം കൂറ് തോന്നിയിരുന്നു. അവർ ഒരുപാട് ചിന്തിച്ചതിന് ശേഷം തങ്ങളുടെ പേര് ദി ജാക്സൺസ് എന്ന് മാറ്റി. എപ്പിക്കുമായി അവർക്ക് പുതിയൊരു റെക്കോർഡിംഗ് കോൺട്രാക്ട് ഉണ്ടായിരുന്നു. പ്രധാന ഗാനരചയിതാവായി മൈക്കിൾ ഉള്ളതുകൊണ്ട് അവർക്ക് അവരുടേതായ രീതിയിൽ കുറെ നല്ല ഹിറ്റുകൾ ഉണ്ടായി. അതിൽ ഏറ്റവും വലുത് 1973 ഷെയ്ക്ക് യുവർ ബോഡി ഡൗൺ ടു ദ ഗ്രൗണ്ട് ആയിരുന്നു. 1977 ഗായിക ഡയാന റോസുമായുള്ള തന്റെ സൗഹൃദം മൈക്കിൾ തനിക്ക് ഗുണകരമായി ഉപയോഗിച്ചു. ഫങ്കി സൗണ്ട് ട്രാക്കും കറുത്തവർഗ്ഗക്കാരായ അഭിനേതാക്കളുമായി ദി വിസാർഡ് ഓഫ് ഓസിന്റെ ഒരു വകഭേദം ദി വിസ് എന്ന സിനിമയിൽ അദ്ദേഹം അവർക്കൊപ്പം അഭിനയിച്ചു. സിനിമ ബോക്സ് ഓഫീസിൽ വലിയ തരംഗമുണ്ടാക്കിയില്ലെങ്കിലും സ്കെയർക്രോ ആയുള്ള മൈക്കിളിന്റെ വേഷം അവന് വളർന്നു വരുന്ന ആത്മവിശ്വാസവും കരീസ്മയും കാണിച്ചു തന്നു. സിനിമയിലെ പാട്ടും ഡാൻസും അവന്റെ വ്യക്തമായ കഴിവ് വെളിപ്പെടുത്തി. ഇത് പിന്നീടുള്ള വർഷങ്ങളിൽ ആ സിനിമയ്ക്ക് ഒരു കൾട്ട് ഫോളോയിങ് നേടിക്കൊടുക്കാൻ സഹായിച്ചു. സിനിമയുടെ മ്യൂസിക് പ്രൊഡ്യൂസറായ ക്വിൻസി ജോൺസ് ഉടൻ തന്നെ സോളോ കരിയറിലേക്കുള്ള മൈക്കിളിന്റെ വൻ കുതിച്ചുചാട്ടത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരാളായി മാറി. എന്നാൽ ഈ സമയത്താണ് വരും വർഷങ്ങളിൽ മൈക്കിളിന്റെ ജീവിതം നിശ്ചയിക്കുന്ന ആദ്യത്തെ സംഭവങ്ങളിലൊന്നും നടന്നത്. നൃത്തം ചെയ്യുന്നതിനിടെ സ്റ്റേജിൽ വെച്ച് അവന്റെ മൂക്കൊഴിഞ്ഞു. ഇത് അവന്റെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറിയിലേക്ക് നയിച്ചു. ഇത് മുഖത്ത് നടത്തിയ ഒരു ചെറിയ റിപ്പയറിംഗ് വർക്ക് ആയതുകൊണ്ട് അത് അവന്റെ ആദ്യത്തേതോ അല്ലെങ്കിൽ ഏറ്റവും കഠിനമായതോ ആയ സർജറി ആയിരുന്നില്ല. എന്നാൽ കുട്ടിയായിരിക്കുമ്പോൾ മൂക്കിന്റെ പേര് കളിയാക്കപ്പെട്ടതും പേടി സ്വപ്നമായ തന്റെ പിതാവിനെ പോലെ തോന്നാൻ ആഗ്രഹിക്കാത്തതും തന്റെ രൂപം മാറ്റാനുള്ള അവന്റെ ആഗ്രഹത്തിന് കാരണമായി എന്ന് പല തിയറികളും പറയുന്നുണ്ട്. മൂക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ലോകം കീഴടക്കാൻ പോവുകയാണെന്ന് 1979 മൈക്കിൾ തീരുമാനിച്ചു. സുഹൃത്ത് ക്വിൻസി ജോൺസ് പ്രൊഡ്യൂസ് ചെയ്ത ഓഫ് ദി വാൾ എന്ന സോളോ ആൽബം അദ്ദേഹം പുറത്തിറക്കി. ഫങ്കി ഡിസ്കോ യുഗത്തിന്റെ താളങ്ങൾ നൽകുന്നതിനായി മൈക്കിളിന് ഏറ്റവും മികച്ച സംഗീത പ്രതിഭകളുടെ സഹായം ലഭിച്ചു. മാത്രമല്ല അന്ന് അവൻ തന്റെ ഗാനരചന കഴിവുകളുടെ കൊടുമുടിയിലുമായിരുന്നു. ഒരു പ്രൊഡ്യൂസറുടെയും ആർട്ടിസ്റ്റിന്റെയും കൂടിച്ചേരൽ ആ ആൽബത്തെ പെട്ടെന്ന് തന്നെ ഒരു വൻ ഹിറ്റാക്കി മാറ്റി. റോക്ക് വിത്ത് യു, ഡോണ്ട് സ്റ്റോപ്പ് ടിൽ യു ഗെറ്റ് ഇനഫ് തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും ആളുകളെ ഡാൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓഫ് ദി വാൾ ഏകദേശം 20 ദശലക്ഷത്തിലധികം കോപ്പികൾ വിറ്റു. മൈക്കിൾ മുമ്പ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിജയത്തിന്റെ ഒരു തലമായിരുന്നു അത്. ഒരു ബീറ്റിൽസിന്റെ ഗാനരചന ഉൾക്കൊള്ളുന്ന 4 ടോപ്പ് 10 സിംഗിൾസ് അതിലുണ്ടായിരുന്നു. കൂടാതെ നിരവധി അമേരിക്കൻ മ്യൂസിക് അവാർഡുകളും ഒരു ഗ്രാമിയും അത് നേടി. എന്നാൽ എന്തിലും പൂർണ്ണത ആഗ്രഹിക്കുന്ന ട്രോമയിൽ നിന്ന് രക്ഷപ്പെട്ട ജാക്സൺ അപ്പോഴും ആ ആൽബം ഇതിലും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ടതായിരുന്നു എന്ന് കരുതി. അതുകൊണ്ട് അടുത്ത വർഷം ചരിത്രത്തിലെ ഏതൊരു ആർട്ടിസ്റ്റിനും ഒരു ആൽബത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുക അദ്ദേഹം സ്വന്തമാക്കി. അടുത്ത ആൽബത്തിന്റെ പണി തുടങ്ങി. 1983 മാർച്ച് 25 മോട്ടൗൺ 25 യെസ്റ്റർഡേ ടുഡേ ഫോർ എവർ ഇവന്റിൽ ഒരു സോളോ പെർഫോമൻസിനായി മൈക്കിൾ ജാക്സൺ വേദിയിലെത്തി. ബില്ലി ജീനിലെ ആ ഓപ്പണിംഗ് ഡ്രം സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഏകദേശം 4 മിനിറ്റിനുള്ളിൽ അവൻ ലോകം കീഴടക്കി. തൊട്ടു മുൻപത്തെ വർഷം റിലീസ് ചെയ്ത വൻ ജനപ്രീതി നേടിയ ത്രില്ലർ ആൽബത്തിൽ നിന്നുള്ള തന്റെ പുതിയ ഹിറ്റ് ഗാനം അദ്ദേഹം പാടിയപ്പോൾ കാണികൾ ആവേശഭരിതരായി. ടെലിവിഷൻ പ്രേക്ഷകർ ഈ ഗംഭീര പ്രകടനം കാണാൻ പിന്നെയും 2 മാസം കഴിയേണ്ടി വന്നു. എന്നാൽ കണ്ടപ്പോൾ 47 ദശലക്ഷം ആളുകൾക്ക് ശരിക്കും ഭ്രാന്ത് പിടിച്ചുപോയി. സീക്വിൻ ജാക്കറ്റും ഒരു വെള്ള ഗ്ലൗസും ധരിച്ച് മൈക്കിൾ സ്റ്റേജിലൂടെ പിന്നിലേക്ക് തെന്നി മാറുന്ന ആ മൂൺവോക്ക് ആദ്യമായി ചെയ്യുന്നത് അവർ കണ്ടു. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും ഐക്കോണിക്കായ പാട്ടുകളിലും ഡാൻസ് മൂവുകളിലും ഒന്ന് അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുക മാത്രമല്ല ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി തന്റെ എല്ലാ ജാക്സൺ സഹോദരന്മാരുമായും അദ്ദേഹം ഒത്തുചേർന്നു. അവിടെ വെച്ച് അവർ തങ്ങളുടെ ഹിറ്റുകളുടെ ഒരു മെഡ്ലി അവതരിപ്പിച്ചു. പിന്നെ
1982 നവംബറിൽ റിലീസ് ചെയ്തത് മുതൽ ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരുന്ന ആ കൊച്ചു ത്രില്ലർ ആൽബം, അതിലെ ബില്ലി ജീൻ, ബീറ്റ് ഇറ്റ് പോലെയുള്ള ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾക്കൊപ്പം MTVയിൽ വലിയ മ്യൂസിക് വീഡിയോകളും വന്നു. ആ കേബിൾ ചാനലും മൈക്കിളിനൊപ്പം തന്നെ വളർച്ചയാണ് നേടിയത്. എക്കാലത്തെയും ഏറ്റവും മികച്ച വിൽപ്പനയുള്ള ആൽബം എന്ന ബഹുമതി ത്രില്ലർ സ്വന്തമാക്കി. ഏകദേശം 70 ദശലക്ഷം യൂണിറ്റുകൾ വിറ്റഴിച്ച് ആ ദശാബ്ദത്തെ മുഴുവൻ ഈ മനുഷ്യന്റെ പുറകെ ഭ്രാന്തന്മാരാക്കി മാറ്റി. ബാക്ക് ടു ദി ഫ്യൂച്ചർ ട്രയോളജി സൗണ്ട് ട്രാക്കുകളിൽ മൈക്കിളിന്റെ സംഗീതം ഉൾപ്പെടുത്തിയതിന് വലിയൊരു കാരണമുണ്ട്. 1984 മൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ വർഷമായിരുന്നു. ആ വർഷത്തെ ഗ്രാമി അവാർഡുകളിൽ ആൽബം ഓഫ് ദി ഇയർ ഉൾപ്പെടെ 8 അവാർഡുകൾ നേടി അദ്ദേഹം റെക്കോർഡിട്ടു. സമൂഹത്തിൽ, പ്രത്യേകിച്ച് മയക്കുമരുന്ന്, മദ്യപാന സംബന്ധമായ ചാരിറ്റികളിലും ഓർഗനൈസേഷനുകളിലും ചെയ്ത സേവനങ്ങൾക്ക് പെപ്സിയും കോളയും അദ്ദേഹത്തെ തേടിയെത്തി. തങ്ങളുടെ സോഫ്റ്റ് ഡ്രിങ്കിന്റെ റെക്കോർഡ് ബ്രേക്കിംഗ് വക്താക്കളായി മൈക്കിളിനെയും സഹോദരങ്ങളെയും അവർ നിയമിച്ചു. പെപ്സി പരസ്യങ്ങളുടെ ഒരു പുതുതലമുറ യുഗമായിരുന്നു അത്. ക്യാമ്പയിനിലുടനീളം ജാക്സന്റെ കയ്യൊപ്പുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ ഒരു ദുരന്തമായി മാറി. 1984 തുടക്കത്തിൽ ഒരു പെപ്സി പരസ്യത്തിനായി ഒരു കൺസേർട്ട് രംഗം ചിത്രീകരിക്കുന്നതിനിടെ മൈക്കിളിന്റെ അടുത്തു വെച്ച് പടക്കങ്ങൾ പൊട്ടി തന്റെ തലയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. തന്റെ ഡാൻസ് മൂവുകൾ അവനെ കൂടുതൽ പരിക്കേൽപ്പിക്കുന്നതിൽ നിന്ന് രക്ഷിച്ചിരിക്കാം. അവൻ പെട്ടെന്ന് ഒരു സ്പിൻ മൂവ് ചെയ്തു. അത് ആ തീ ഏകദേശം കെടുത്തി കളഞ്ഞു. അപ്പോഴേക്കും ബാക്കിയുള്ളവർ അവനെ സഹായിക്കാൻ ഓടിയെത്തി. പാടുകൾ മറയ്ക്കാനും മൂക്കിൽ കൂടുതൽ വർക്കുകൾ ചെയ്യാനുമായി വളരെ പെട്ടെന്ന് തന്നെ അവൻ വീണ്ടും പ്ലാസ്റ്റിക് സർജറികൾക്ക് വിധേയനായി. ആദ്യ ഓപ്പറേഷന് ശേഷം തനിക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്ന് അവൻ പറഞ്ഞിരുന്നു. അത് തീർച്ചയായും മൈക്കിളിന്റെ രൂപത്തിലുള്ള വളരെ കടുത്ത മാറ്റങ്ങളുടെ തുടക്കമായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം മൈക്കിളും സഹോദരങ്ങളും വളരെ വിജയകരമായ വിക്ടറി ടൂറിനായി യാത്ര തിരിച്ചു. വർഷങ്ങൾക്ക് ശേഷമുള്ള ആ കുടുംബത്തിന്റെ ആദ്യ ഒത്തുചേരലായിരുന്നു അത്. ഇതുവരെ പരിഹരിക്കപ്പെടാത്ത പഴയ ട്രോമകൾ വളരെ കൂടുതലായതുകൊണ്ട് അവർ ഒന്നിച്ച് ചെയ്യുന്ന അവസാനത്തെ ടൂറായിരിക്കും ഇതെന്ന് ഉറപ്പായിരുന്നു. ടൂറിന്റെ അവസാന സ്റ്റോപ്പിൽ താൻ ഗ്രൂപ്പിൽ നിന്ന് പിരിയുന്നതായി മൈക്കിൾ പ്രഖ്യാപിച്ചു. 1985 തുടക്കത്തിൽ ആഫ്രിക്കയിലുണ്ടായ ക്ഷാമത്തിനു വേണ്ടി വി ആർ ദി വേൾഡ് എന്ന ഗാനം എഴുതാൻ തന്റെ പ്രൊഡ്യൂസർ ക്വിൻസി ജോൺസുമായും സഹ പോപ്പ് താരം ലയണൽ റിച്ചിയുമായും കൈകോർത്തതോടെ അദ്ദേഹത്തിന്റെ മനുഷ്യസ്നേഹ പ്രവർത്തനങ്ങൾ കൊടുമുടിയിലെത്തി. മൈക്കിളും തന്റെ പാട്ടെഴുത്ത് ടീമും തങ്ങൾക്കറിയാവുന്ന എല്ലാ സംഗീതജ്ഞരെയും ഇതിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ അന്നത്തെ വലിയ താരങ്ങളുടെയൊക്കെ ഒരു സംഗമമായി ആ പാട്ട് മാറി. അന്ധമായ ആരാധനയ്ക്ക് പുറമെ മൈക്കിളിനോട് പൊതുജനങ്ങൾക്ക് മറ്റ് ചില വികാരങ്ങൾ തോന്നി തുടങ്ങിയത് ഈ സമയത്താണ്. മൈക്കിൾ അടുത്തിടെ മുൻ ബീറ്റിൽ പോൾ മക്കാർട്ടിനൊപ്പം ചില ഗാനങ്ങളിൽ വർക്ക് ചെയ്തിരുന്നു. ആ സമയത്താണ് മറ്റ് കലാകാരന്മാരുടെ പാട്ടുകളുടെ കാറ്റലോഗ് സ്വന്തമാക്കിയതിൽ നിന്ന് പോൾ എത്രമാത്രം പണം ഉണ്ടാക്കുന്നുവെന്ന് മൈക്കിളിന് മനസ്സിലായത്. 1985 പോളിന്റെ കയ്യിൽ നിന്ന് മൈക്കിൾ മുഴുവൻ ബീറ്റിൽ സോങ് ബുക്ക് വില കൊടുത്തു വാങ്ങി. വളരെ ബുദ്ധിപരമായ ആ നീക്കം ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പ് താരത്തോട് ചില ആളുകൾക്ക് അനിഷ്ടം തോന്നാൻ കാരണമായി. 80കളുടെ മധ്യത്തിൽ മൈക്കിൾ ജാക്സനെ കുറിച്ചുള്ള പല വലിയ കിംവദന്തികളും പ്രചരിക്കാൻ തുടങ്ങിയ സമയമായിരുന്നു. പ്രായമാകുന്നത് തടയാൻ ഹൈപ്പർബാരിക് ചേംബറിൽ ഉറങ്ങുന്നുവെന്നും ശബ്ദം ഉയർത്താൻ മരുന്നുകൾ കഴിക്കുന്നുവെന്നുമൊക്കെ വാർത്തകളുണ്ടായിരുന്നു. 1986 അവന്റെ വളർത്തുമൃഗമായ ബബിൾസ് എന്ന ചിമ്പാൻസിയെ ലോകം പരിചയപ്പെട്ടു. മൈക്കിൾ ആ മൃഗവുമായി ബാത്റൂം ഷെയർ ചെയ്യുന്നുണ്ടെന്നും ആളുകൾ അറിഞ്ഞു. കടുത്ത ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടായിരുന്ന മെഡിക്കൽ ലോകത്തെ വിസ്മയമായിരുന്ന പ്രശസ്തനായ എലിഫന്റ് മാന്റെ അസ്ഥികൾ വാങ്ങാൻ മൈക്കിൾ ശ്രമിക്കുന്നുണ്ടെന്ന കഥകൾ പുറത്തുവന്നു. അതിൽ ചില റിപ്പോർട്ടുകളിൽ സത്യത്തിന്റെ ചെറിയ ചെറിയ കണികകൾ ഉണ്ടായിരുന്നു. എലിഫന്റ് മാനോട് തനിക്ക് വല്ലാത്തൊരു ആകർഷണം ഉണ്ടായിരുന്നു. മറ്റുള്ളവ ഗോസിപ്പ് മാഗസിനുകൾക്ക് നൽകിയ വെറും തീറ്റയായിരുന്നു. എന്നാൽ ഇതൊന്നും പൊതുജനങ്ങൾക്കൊരു പ്രശ്നമായിരുന്നില്ല. ഇതെല്ലാം അവർക്ക് രസമുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു. തുടർച്ചയായ സർജറികൾ കൊണ്ട് മുഖത്തിന്റെ ആകൃതി മാറുന്നതിനേക്കാൾ വേഗത്തിൽ തന്റെ ചർമ്മത്തിന്റെ നിറം മാറിക്കൊണ്ടിരിക്കുന്നു സമയമായിരുന്നു അത്. കാലക്രമേണ ചർമ്മത്തിന്റെ നിറം നഷ്ടപ്പെടുന്ന വിറ്റിലിഗോ മുതൽ ചർമ്മത്തെ സാരമായി ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമായ ലൂപ്പസ് വരെയായി ഈ മാറ്റങ്ങൾക്ക് പലരും പല കാരണങ്ങളും കണ്ടെത്തി. മൂക്കിന്റെ വലിയൊരു ഭാഗം നിർമ്മിച്ചിരിക്കുന്ന തരുണാസ്ഥികളെ നശിപ്പിക്കാനും ലൂപ്പസിന് കഴിയും. അതിലൊരു തെറ്റും ധരിക്കേണ്ട, മൈക്കിൾ ജാക്സന് അപ്പോഴും കടുത്ത ആരാധകരുണ്ടായിരുന്നു. 1987 തന്റെ മുൻ ബ്ലോക്ക് ബസ്റ്റർ ആൽബത്തിന് ശേഷം ബാഡ് എന്ന ആൽബവുമായി അവൻ വന്നു. അത് ചാർട്ടുകളിൽ 5 നമ്പർ 1 സിംഗിൾസ് നേടി. മുൻപ് ആരും നേടാത്ത ഒരു നേട്ടമായിരുന്നു അത്. ഒപ്പം 1989 വരെ നീണ്ടു നിന്ന ഒരു വലിയ വേൾഡ് ടൂർ ഉണ്ടായിരുന്നു. ഈ കാലയളവിലാണ് അവൻ കാലിഫോർണിയയിലെ കുപ്രസിദ്ധമായ തന്റെ നെവർലാൻഡ് റാഞ്ച് വീട് സ്വന്തമാക്കിയത്. താൻ $17 മില്യൺ ചെലവാക്കി ഉടൻ തന്നെ മൃഗശാല, ഫെറിസ് വീല്, സിനിമാ തിയേറ്ററുകൾ തുടങ്ങിയവ വീട്ടിൽ ഒരുക്കാൻ തുടങ്ങി. ആ ദശാബ്ദം അവസാനിക്കുകയും 1990കൾ കടന്നു വരികയും ചെയ്തപ്പോൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ തന്റെ അവസാനത്തെ എന്ന് പറയാവുന്ന മറ്റൊരു മികച്ച ആൽബം മൈക്കിൾ നിർമ്മിക്കാൻ തുടങ്ങി. 1991 ഡേഞ്ചറസ്, ബ്ലാക്ക് ഓർ വൈറ്റ്, റിമെമ്പർ ദി ടൈം തുടങ്ങിയ സിനിമാറ്റിക് മ്യൂസിക് വീഡിയോകളും
കൂടുതൽ ഹാർഡും സ്ട്രീറ്റ് ശൈലിയിലുമുള്ള താളങ്ങളും അതിലുണ്ടായിരുന്നു. യുവാക്കളായ പ്രേക്ഷകരെ നിലനിർത്താനുള്ള മൈക്കലിന്റെ ഒരു ശ്രമമായിരുന്നു അത്. 1993 സൂപ്പർ ബൗളിൽ അദ്ദേഹം ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു. താൻ ഹീൽ ദി വേൾഡ് ഫൗണ്ടേഷൻ ആരംഭിച്ചു. അവിടെ ദാരിദ്ര്യത്തിലോ യുദ്ധം ബാധിച്ച് പ്രശ്നങ്ങളിലോ കുടുങ്ങിയ കുട്ടികൾക്ക് ആവശ്യ സാധനങ്ങളും മെഡിക്കൽ ആനുകൂല്യങ്ങളും വിമാനമാർഗം എത്തിച്ചു കൊടുത്തു. ചിലപ്പോഴൊക്കെ അവരെ മൈക്കിളിന്റെ നെവർലാൻഡ് വീട്ടിലേക്ക് കൊണ്ടുവരികയും അവിടെ കുട്ടികൾക്കുള്ള കാര്യങ്ങൾ ആസ്വദിക്കാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കാര്യങ്ങൾ തുടങ്ങുകയായി. കുട്ടികളെ മൈക്കിൾ ജാക്സന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് ഒരു ആശയം എന്ന നിലയിൽ നിഷ്കളങ്കമായിരിക്കാം. എന്നാൽ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് അതിൽ സംശയം തോന്നി തുടങ്ങി. ഈ പ്രവൃത്തികൾ കൂടി വരുന്നതിനിടയിലാണ് 1993 ഓപ്ര വിൻഫ്രെയുമായി മൈക്കിൾ ഒരു അഭിമുഖം നടത്തുന്നത്. ഈ ഇന്റർവ്യൂവിൽ ജാക്സൺ കുട്ടിയായിരിക്കുമ്പോൾ പിതാവിൽ നിന്നേറ്റ പീഡനങ്ങളെക്കുറിച്ചും ആളുകളുമായി ഇടപഴകാൻ അവൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും നഷ്ടപ്പെട്ട കുട്ടിക്കാലം തിരിച്ചു പിടിക്കുവാനുള്ള അവന്റെ ആഗ്രഹങ്ങളെക്കുറിച്ചുമെല്ലാം അവൻ വിശദീകരിച്ചു. ഇത് വീണ്ടും ജനങ്ങളെ മൈക്കിളിന്റെ ഭാഗത്താക്കിയിരിക്കാം. എന്നാൽ ആ പിന്തുണ അല്പായുസായിരുന്നു. ഒരു ആൺകുട്ടിക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമത്തെക്കുറിച്ചുള്ള മൈക്കിൾ ജാക്സനെതിരെയുള്ള ആദ്യത്തെ പരസ്യ ആരോപണം 1993 വന്നു. കിങ് ഓഫ് പോപ്പിനെതിരെ 13 വയസ്സുകാരനും അവന്റെ പിതാവും ആരോപണം ഉന്നയിച്ചു. ഇത് മൈക്കിളിനെ നഗ്നനാക്കി പരിശോധിക്കുന്നതിലേക്കും അവന്റെ നെവർലാൻഡിലെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തുന്നതിലേക്ക് നയിച്ചു. പ്രായപൂർത്തിയായ ഒരു പുരുഷനും കൈവശം വെക്കാൻ പാടില്ലാത്ത തരം ആൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങളുള്ള പുസ്തകങ്ങൾ അവർ കണ്ടെത്തി. കുറ്റങ്ങളൊന്നും ചുമത്തിയില്ലെങ്കിലും എങ്ങനെയോ മൈക്കിൾ ആ കുടുംബവുമായി $23 ദശലക്ഷം ഒത്തുതീർപ്പാക്കി. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇതുപോലൊരു ആരോപണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു വഴി എന്താണ്? നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്നത് പോലെ പുതിയൊരു വിഷയം വലിയതായി എടുത്തിടുക എന്നുള്ളതായിരുന്നു ഇവിടെയും നടന്നത്. മൈക്കിൾ ജാക്സൺ എൽവിസ് പ്രിസ്ലിയുടെ മകളെ വിവാഹം കഴിച്ചു. ഫോണിലൂടെ പ്രപ്പോസ് ചെയ്തതിനു ശേഷം അടുത്ത വർഷം മൈക്കിൾ ലിസ മേരി പ്രിസ്ലിയെ വിവാഹം കഴിച്ചു. അതൊരു PR സ്റ്റണ്ട് മാത്രമാണെന്ന് പൊതുജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ആ വിവാഹം വെറും ഒരു വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. 1996 ഡെബി റോവിലൂടെ മൈക്കിൾ ജാക്സൺ വീണ്ടും വിവാഹ ജീവിതം പരീക്ഷിച്ചു. തന്റെ സ്കിൻ ട്രീറ്റ്മെന്റ് ചെയ്ത ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്നവരാണ് അവന് 2 കുട്ടികളെ പ്രസവിച്ചു നൽകിയത്. ഈ വർഷങ്ങളിൽ മൈക്കിൾ വിവാദങ്ങളിൽ പെട്ടുപോയിരുന്നു. പണ്ട് ചെയ്തതുപോലെ മികച്ച കലകളൊന്നും അവൻ സൃഷ്ടിച്ചതുമില്ല. അദ്ദേഹം മറ്റൊരു വേൾഡ് വൈഡ് ടൂർ നടത്തുകയും ഹിസ്റ്ററി പുറത്തിറക്കുകയും ചെയ്തു. അതിന്റെ ഒരു ഭാഗം പഴയ ഹിറ്റുകളും ബാക്കി പുതിയ സംഗീതവുമായിരുന്നു. മൈക്കിളിന്റെ നിറം കൂടുതൽ വെളുത്തു, മൂക്ക് കൂടുതൽ മെലിഞ്ഞു. സ്ട്രെസ്, അമിത ജോലി, പെയിൻ കില്ലർ അഡിക്ഷൻ എന്നിവ കാരണം ശരീരം മെലിഞ്ഞു തുടങ്ങി. 2001 മൈക്കിളിന്റെ സോളോ കരിയറിന്റെ 30ാം വാർഷികത്തിനായി അവനും സഹോദരങ്ങളും ഒത്തുചേർന്നു. 1984 ശേഷം ആദ്യമായി ജാക്സൺ സഹോദരങ്ങൾ ഒരുമിച്ച് വേദിയിലെത്തുകയും തങ്ങളുടെ വലിയ ഹിറ്റുകളുടെ ഒരു മെഡ്ലി അവതരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം മൈക്കിൾ തന്റെ സ്വന്തം ഹിറ്റുകൾ പാടി. അതിൽ കുറെ പ്രശസ്തരായ സംഗീതജ്ഞരും പങ്കുചേർന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം തന്റെ അവസാന സോളോ ആൽബമായ ഇൻവിസിബിൾ റിലീസ് ചെയ്തു. അത് നന്നായി വിറ്റുപോയെങ്കിലും അദ്ദേഹത്തിന്റെ വർക്കുകൾ സാധാരണമായി ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. നിരൂപകരും അങ്ങനെ തന്നെയാണ് കരുതിയത്. ആൽബത്തിലെ പല ഗാനങ്ങളും ജാക്സൺ വെറുതെ വെള്ളത്തിൽ ചവിട്ടി നിൽക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു എന്നാണ് റോളിംഗ് സ്റ്റോൺ അഭിപ്രായപ്പെട്ടത്. അധികം താമസിയാതെ തന്നെ 2002 മൈക്കിളിനെതിരെ ഒരുപാട് മോശം വാർത്തകൾ വന്നു. ജർമ്മനിയിൽ വെച്ച് തന്റെ കുഞ്ഞിനെ ബാൽക്കണിക്ക് മുകളിലൂടെ താഴേക്ക് തൂക്കിയിട്ടത് വലിയ വിവാദമായി. അതേ വർഷം തന്നെ മൈക്കിൾ ബാഷറിന്റെ ഞെട്ടിക്കുന്ന ഒരു ഡോക്യുമെന്ററി പുറത്തു വന്നു. അതിൽ കൊച്ചുകുട്ടികളുമായി മൈക്കിൾ ഇടപഴകുന്നതിന്റെ സംശയാസ്പദമായ രീതിയിലുള്ള ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. ഒരു 12 വയസ്സുകാരനോടൊപ്പം ഉറങ്ങിയെന്നും കൈകൾ പിടിച്ചെന്നും അവൻ സമ്മതിച്ചു. അത് അധികാരികളുടെ വീണ്ടും ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക് അവനെ വിധേയമാക്കി. 2003 അവസാനത്തോടെ തനിക്കെതിരെ കുറ്റങ്ങൾ ചുമത്തപ്പെടുകയും പ്രായപൂർത്തിയാകാത്തവർക്ക് മദ്യം നൽകുകയും ചെയ്തതായി ഔദ്യോഗികമായി കേസ് ഫയൽ ചെയ്യപ്പെട്ടു. തന്നെ കോടതി മുറിയിൽ കാണാൻ 2 വർഷമെടുത്തു. ഈ തവണ എല്ലാ കുറ്റങ്ങളിൽ നിന്നും തന്നെ വെറുതെ വിട്ടു. അവനെതിരെ ഉപയോഗിക്കാൻ പ്രോസിക്യൂട്ടർമാരുടെ പക്കൽ യാതൊരു തെളിവുമില്ലെന്നാണ് പിന്നീട് പുറത്തിറങ്ങിയ രേഖകൾ കാണിക്കുന്നത്. ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ മൈക്കിൾ ജാക്സൺ ഏറെക്കുറെ ഒളിവിലായിരുന്നു. താൻ പാപ്പരാകുന്നതിന്റെ വക്കിലായിരുന്നു. കൂടാതെ ബീറ്റിൽസിന്റെ പാട്ടുകളുടെ കാറ്റലോഗും തന്റെ നെവർലാൻഡ് വീടും ഉൾപ്പെടെ തന്റെ ഏറ്റവും വിലപിടിപ്പുള്ള പല സ്വത്തുക്കളും അവന് വിൽക്കേണ്ടി വന്നു. മാധ്യമങ്ങളെയും നിയമത്തെയും ഒഴിവാക്കാനായി താൻ പിന്നീട് ബഹ്റൈനിലേക്കും പിന്നീട് അയർലൻഡിലേക്കും അവിടെ നിന്ന് ലാസ് വേഗാസിലേക്കും മാറി. തന്റെ കടം $500 ദശലക്ഷം അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോഴും സംഗീതം അവനെ വിളിച്ചുകൊണ്ടിരുന്നു. അവൻ സ്റ്റുഡിയോയിൽ പുതിയ സംഗീതം റെക്കോർഡ് ചെയ്യുന്നത് തുടർന്നു. പക്ഷെ മനസ്സുകൊണ്ട് അവനൊരു പെർഫോമർ ആയിരുന്നു. അത് തന്റെ സ്വാഭാവികമായ താല്പര്യമാണോ അതോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പണം കണ്ടെത്താനുള്ള വഴിയാണോ എന്നറിയില്ല. എന്തായാലും താൻ ഒരു ഗംഭീര പ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചു. സ്റ്റേജിലേക്കുള്ള ഒരു യഥാർത്ഥ തിരിച്ചുവരവായിരിക്കണം അത്. ഒപ്പം നല്ല രീതിയിൽ വിരമിക്കാനും അതുകൊണ്ട് കഴിയണം. ലോകമെമ്പാടുമുള്ള 10 കൺസേർട്ടുകളുടെ ഒരു പരമ്പരയായ അതിനെ ദിസ് ഈസ് ഇറ്റ് എന്ന് വിളിച്ചു. 12 വർഷത്തിന് ശേഷമുള്ള തന്റെ ആദ്യത്തെ ലൈവ് ഷോകളായിരുന്നു അത്. കൺസേർട്ടിനായുള്ള ഡിമാൻഡ് വളരെ കൂടുതലായിരുന്നതുകൊണ്ട് ലണ്ടനിലെ ഷോകളുടെ എണ്ണം 50 ജാക്സൺ വർദ്ധിപ്പിച്ചു. ലോകമെമ്പാടുമായി 2 മണിക്കൂറിനുള്ളിൽ 10 ദശലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത്.
താൻ LAയിലേക്ക് മാറുകയും കഠിനമായ ട്രെയിനിങ്ങുകളും റിഹേഴ്സലും ആരംഭിക്കുകയും ചെയ്തു. തന്റെ ക്ഷീണിച്ച ശരീരത്തിന് അത് വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. ഈ പുതിയ പരിപാടിയെക്കുറിച്ച് ഓർത്ത് തന്റെ മനസ്സ് കുതിച്ചുകൊണ്ടിരുന്നു. പുതിയ ആൽബങ്ങൾ, കാസിനോകൾ, ലോകത്തിന്റെ സ്നേഹം തന്നിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുന്ന എല്ലാ തരം ആശയങ്ങളും അവൻ പ്ലാൻ ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ സ്റ്റേജിലേക്കുള്ള ഗംഭീരമായ തിരിച്ചുവരവിനായുള്ള റിഹേഴ്സലിൽ തുടങ്ങി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ, അതായത് ലണ്ടനിലെ തന്റെ ആദ്യത്തെ ഷോയ്ക്ക് ഒരു മാസം പോലും ബാക്കി നിൽക്കാത്ത സമയത്ത് ഹൃദയാഘാതം മൂലം താൻ മരിച്ചു. 2009 ജൂൺ 25 ആ ദിവസം. തന്റെ ഡോക്ടർ നിർദ്ദേശിച്ച പ്രൊപ്പോഫോളിന്റെയും ബെൻസോഡിയാസെപൈന്റെയും അമിത ഡോസ് ഐക്കോണിക്കായ അവന്റെ ശരീരത്തിന്റെ ചലനം എന്നേക്കുമായി അവസാനിപ്പിച്ചു. മൈക്കലിന്റെ മരണവാർത്ത ഓൺലൈനിൽ കാട്ടുതീ പോലെ പടർന്നു. ട്രാഫിക് കാരണം വാർത്താ വെബ്സൈറ്റുകൾ മുഴുവൻ ക്രാഷായി. MTV പോലുള്ള ചാനലുകൾ തങ്ങൾ പ്രശസ്തമാക്കിയ മ്യൂസിക് വീഡിയോകൾ അന്ന് അധികം പ്ലേ ചെയ്യാറുണ്ടായിരുന്നില്ല. പകരം ടീൻ മാം പോലെയുള്ള പരിപാടികൾക്കായിരുന്നു മുൻഗണന. എന്നാൽ ആ ദിവസം മുഴുവൻ മൈക്കലിന്റെ മികച്ച വീഡിയോകൾ കാണിക്കാൻ വേണ്ടി അവർ മാറ്റിവെച്ചു. 2009 ജൂലൈ 9 ലോസ് ഏഞ്ചലസിലെ സ്റ്റേപ്പിൾസ് സെന്ററിൽ വെച്ച് നടന്ന TVയിൽ സംപ്രേഷണം ചെയ്ത ഒരു മെമ്മോറിയലിലൂടെ മൈക്കൽ ജാക്സന് ലോകം വിട നൽകി. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന പ്രശസ്തരായ സംഗീതജ്ഞരെല്ലാം അവന്റെ പാട്ടുകൾ പാടിയപ്പോൾ 31 ദശലക്ഷം ആളുകൾ അത് കണ്ടു. തന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ആളുകൾ വേദിക്ക് തൊട്ടടുത്തുണ്ടായിരുന്ന അവന്റെ ശവമഞ്ചത്തിന് മുന്നിൽ തങ്ങളുടെ വാക്കുകൾ പങ്കുവെച്ചു. കാലിഫോർണിയയിൽ അവനെ അടക്കം ചെയ്തു. അശ്രദ്ധമായി മരുന്ന് നിർദ്ദേശിച്ചതിന് അവന്റെ ഡോക്ടർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കുകയും 4 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഒരു ആർട്ടിസ്റ്റിൽ നിന്ന് അയാളുടെ കലയെ വേർതിരിച്ച് കാണുന്നതിന് മൈക്കൽ ജാക്സനേക്കാൾ കഠിനമായ ഒരു ഉദാഹരണം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ലായിരിക്കാം. അവന്റെ വിചിത്ര സ്വഭാവമുള്ള പ്രശ്നമുണ്ടാക്കുന്ന പെരുമാറ്റങ്ങളും നിഷേധിക്കാനാവില്ല. എന്നാൽ ഒരിക്കലും വളരാൻ ആഗ്രഹിക്കാത്ത ആ അത്ഭുത ബാലൻ സൃഷ്ടിച്ച സംഗീതത്തിന്റെ ശക്തിയും നിഷേധിക്കാനാവാത്തതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈക്കൽ ജാക്സന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് കമന്റും ചെയ്യുക.